പ്രാണസഖി. മലയാളത്തിന്റെ അനശ്വര സംഗീതജ്ഞൻ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ബാബുക്കയുടെ കലാജീവിതത്തിലേക്ക് ഒരല്പസമയം. കാലം എത്ര പിന്നിട്ടാലും മനസ്സിൽ നിന്ന് മായാത്ത ചില നല്ല പാട്ടുകളുണ്ട്. ചുണ്ടിൽ നിന്ന് കാതിലേക്കും കാതിൽ നിന്ന് ചുണ്ടിലേക്കും അതങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കും. അത്തരം നല്ല പാട്ടുകൾ ഈണം പകർന്ന ഒരു മികച്ച സംഗീതജ്ഞനായിരുന്നു MS ബാബുരാജ്. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. സംഗീതജ്ഞൻ മാത്രമല്ല, നല്ല ഗായകനും നടനും ഒക്കെയായിരുന്നു അദ്ദേഹം. ദുരിതപൂർണമായ കുട്ടിക്കാലത്തോട് മല്ലടിച്ച് മലയാളികളുടെ സംഗീത സദസ്സിലേക്ക് കടന്നുവന്ന മഹാപ്രതിഭ. ബംഗാളുകാരനായ ജാൻ മുഹമ്മദ് ഖാൻ എന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന്റെയും കോഴിക്കോട്ടുകാരിയായ ഫാത്തിമയുടെയും മകനായിരുന്നു മുഹമ്മദ് സാബിർ ബാബുരാജ് എന്ന MS ബാബുരാജ്. 1921 മാർച്ച് 9 ജനനം. 6-ാമത്തെ വയസ്സിൽ മാതാവ് മരിച്ചു. അധികം വൈകാതെ പിതാവും. അങ്ങനെ തീർത്തും അനാഥമായി പോയ ബാബുരാജ് അനുജൻ മജീദിനെയും കൂട്ടി തെരുവിലേക്കിറങ്ങി. പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത അഭിരുചി മാത്രമേ അന്നവർക്ക് കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. അതുമായി അവർ കോഴിക്കോട് നഗരത്തിലെ വഴിയോരങ്ങളിലും തീവണ്ടിയിലും പാടി നടന്നു. ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള അലച്ചിൽ. അത്തരമൊരു യാത്രക്കിടയിലാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന ഗായകനെ എടുത്തു വളർത്തിയ കുഞ്ഞു മുഹമ്മദ് എന്ന പോലീസുകാരന്റെ മുന്നിൽ അവർ ചെന്നെത്തിയത്. ബാബുരാജും മജീദും ജാൻ മുഹമ്മദ് ഖാന്റെ മക്കളാണെന്നറിഞ്ഞതോടെ കലാസ്നേഹിയായ ആ പോലീസുകാരന്റെ മനസ്സ് ഒന്നു പിടഞ്ഞു. അദ്ദേഹം കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കലാതൽപരനായിരുന്ന കുഞ്ഞു മുഹമ്മദിന് അന്ന് സ്വന്തമായി പ്രദേശ് ക്ലബ്ബ് എന്ന പേരിൽ ഒരു മ്യൂസിക് ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബിലൂടെയാണ് ബാബുരാജും അബ്ദുൽ ഖാദറും പാടിത്തെളിഞ്ഞത്. തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. കോഴിക്കോട്ടും പരിസരത്തുമുള്ള പല സ്റ്റേജുകളിലും അവർ മത്സരിച്ച് പാടി. പിന്നീട് നിലമ്പൂർ ബാലന്റെ സംഗീത സംഘത്തിൽ ചേർന്ന ബാബുരാജ് മലബാറിലെ മിക്ക സ്ഥലങ്ങളിലും ഗസലുകളും കവാലികളുമൊക്കെ അവതരിപ്പിച്ചും ശ്രദ്ധേയനായി. ഇതിനിടെ പാട്ടുപാടുന്നതിനേക്കാൾ ബാബുരാജിന് കമ്പം പാട്ടിന് ഈണം നൽകുന്നതിലായി. ധാരാളം പാട്ടുകൾക്ക് ഈണവുമിട്ടു. അദ്ദേഹം ഈണമിട്ട പാട്ടുകൾ അബ്ദുൽ ഖാദറിന്റെ സ്വരമാധുരിയിൽ ആസ്വാദകർക്ക് നുകരാനായി. മലയാള സിനിമയിലെ പ്രമുഖ സംഗീതജ്ഞനായിരുന്ന ദക്ഷിണാമൂർത്തിയും ദേവരാജനും രാഘവനുമൊക്കെ കർണാടക സംഗീതത്തെയും നാടോടി സംഗീതത്തെയും കൂട്ടുപിടിച്ചായിരുന്നു ഗാനങ്ങൾക്ക് ഈണം നൽകിയിരുന്നത്. അതിൽ നിന്ന് വേറിട്ട ഹിന്ദുസ്ഥാനി സംഗീതം മലയാള ഗാനശാഖയ്ക്ക് പകർന്നു നൽകുന്നതിലായിരുന്നു ബാബുരാജിന് താൽപര്യം. ഉത്തരേന്ത്യൻ സംഗീതോപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചും പശ്ചാത്തല സംഗീതം ചുരുക്കി ഗായക സ്വരത്തിന് പ്രാധാന്യം നൽകിയും അദ്ദേഹം ശ്രദ്ധേയനായി. കേൾക്കുന്ന മാത്രയിൽ തന്നെ ബാബുരാജിന്റെ സംഗീതമെന്ന് ആരാധകർക്ക് തിരിച്ചറിയാവുന്ന സംഗീത ശൈലി അദ്ദേഹം വളർത്തിയെടുത്തു. 1978 ഒക്ടോബർ 7 57-ാം വയസ്സിൽ ചെന്നൈയിലായിരുന്നു ബാബുരാജിന്റെ അന്ത്യം. മലയാളത്തിലെ ചലച്ചിത്ര സംഘടനയായ മാക്ടയുടെ നേതൃത്വത്തിൽ ബാബുരാജിന്റെ ഓർമ്മയ്ക്കായി
കോഴിക്കോട് ഒരു സംഗീത അക്കാദമി സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ബാബുരാജ് നൈറ്റ് എന്ന പേരിൽ അവിടെ സംഗീത നിശയും സംഘടിപ്പിക്കാറുണ്ട്. ലളിതസുന്ദരമായ ഒട്ടനവധി ഗാനങ്ങൾ മലയാള ശാഖയ്ക്ക് പകർന്നു തന്ന് സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ഇന്നും ബാബുരാജ് ജീവിക്കുന്നു, അനശ്വരനായി. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ പ്രാണസഖി ഞാൻ